ഹലോ മച്ചാമാരെ, എല്ലാവർക്കും അവർ KBFC എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും ISL അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡൂറൻഡ് കപ്പിലെ ആദ്യ മത്സരം കളിക്കാൻ പോകുന്നത്. മുംബൈ സിറ്റി FCയുടെ റിസർവ് ടീമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. ഇന്ന് രാത്രി 7 മണിക്കാണ് മത്സരം വരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത ലൈനപ്പാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ മിഗൽ സ്റ്റെയറയുടെ മുമ്പത്തെ ക്ലബ്ബുകളിലൊക്കെ 3-man ഡിഫൻസാണ് കളിപ്പിക്കൽ ഉണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ വന്നപ്പോൾ തായ്ലാൻഡിൽ നടന്ന പ്രീ സീസണിലൊക്കെ 4-man ഡിഫൻസാണ് കളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ 4-man ഡിഫൻസ് ആയിരിക്കും മിഗൽ സ്റ്റെയറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഡൂറൻഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. ഗോൾ കീപ്പറായി നോറ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. സച്ചിൻ സുരേഷ് സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ പോലും സച്ചിൻ സുരേഷിൻ്റെ പൂർണ്ണ ഫിറ്റ്നസ് അല്ലാത്തത് കൊണ്ട് നോറ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. സെൻട്രൽ ബാക്കുകളായി മിലോസ് റിൻസിച്ചും അതുപോലെ തന്നെ ഹോർമിപ്പാവും ആയിരിക്കും. ലെഫ്റ്റ് ബാക്കായി സയീഫ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. തായ്ലാൻഡിൽ നടന്ന പ്രീ സീസൺ മത്സരങ്ങളിൽ 2 മാച്ചുകളിലും ഗോൾ നേടിയ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ മിഗൽ സ്റ്റെയറ സയീഫിനായിരിക്കും ആദ്യ 11-ൽ ഇറക്കാൻ പോകുന്നത്. റൈറ്റ് ബാക്കായിട്ട് ഐബൻ ആയിരിക്കും വരിക. ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഫ്രെഡയും അസറും ആയിരിക്കും. അതിൻ്റെ മുമ്പിൽ തന്നെ സെൻട്രൽ ലൂണയും വരാൻ സാധ്യതയുണ്ട്. റൈറ്റ് വിങ്ങറായിട്ട് രാഹുലും ലെഫ്റ്റ് വിങ്ങറായിട്ട് നോവ സൊദോയും വരാൻ സാധ്യതയുണ്ട്. സ്ട്രൈക്കറായിട്ട് പെപ്ര ആയിരിക്കും കളിക്കാൻ പോകുന്നത്. ഇത് വെറും ഒരു സാധ്യത ലൈനപ്പാണ്. ഇനി എങ്ങനെയായിരിക്കും മിഗൽ സ്റ്റെയറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് 7 മണിക്ക് ഇറങ്ങാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അതുവരെയും ബൈ ബൈ.